نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين يا أيها الناس أوصيكم وإياي أولا بتقوى الله. സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഒരു സമൂഹമായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഇഷ്ടവും പരിഗണനയും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഒരു കുടുംബം എന്ന നിലക്ക് നമ്മുടെ ഭാര്യയുടെ, ഉമ്മയുടെ, വാപ്പയുടെ, സഹോദരങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കും. ഒരു സമൂഹത്തിലേക്ക് കൂടി ഒന്ന് വികസിക്കുകയാണെങ്കിൽ അയൽവാസികളുമായി നല്ല ഒരു ബന്ധമുണ്ടാവണം. നമ്മുടെ പരിചയക്കാരുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടെല്ലാം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നൊരവസ്ഥ. അതിലേറെ ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ എല്ലാം ഇഷ്ടമുണ്ടാവണമെന്നും നമ്മൾ ആഗ്രഹിക്കാം. എന്നാൽ പലപ്പോഴും ചിലരുടെ ഇഷ്ടം നോക്കുന്ന സമയത്ത് മറ്റു പലരുടെ ഇഷ്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെടാറാണ് പതിവ്. നമ്മുടെ ഉമ്മയുടെ, വാപ്പയുടെ ഒക്കെ ഇഷ്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം നമ്മൾ അവഗണിക്കും. ഒരു പക്ഷേ അള്ളാഹും റസൂലും പറഞ്ഞതിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ നമ്മൾ ഇന്ന് അകന്നു പോകുന്നൊരവസ്ഥയും കാണാറാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടു കൂട്ടരുടെയും അള്ളാഹുവിന്റെ ഇഷ്ടമാകട്ടെ, സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടമാവട്ടെ, ഇത് രണ്ടും കിട്ടാനുള്ള ഒരു കാര്യം ഒരാൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. മഹാനായ സഅദ് ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുൽ, ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അയാളുടെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലി, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു അമല് നിങ്ങൾ പറഞ്ഞു തരണം.
എനിക്കൊരു കാര്യം നിങ്ങൾ അറിയിച്ചു തരണം. ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ്, ഞാനത് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാന്റെ ഇഷ്ടം എനിക്കുണ്ടാവും. വ അഹബ്ബനി അന്നാസ്, ജനങ്ങളുടെ ഇഷ്ടം ഉണ്ടാവും. അള്ളാഹുവും ഇഷ്ടപ്പെടണം, ജനങ്ങളും ഇഷ്ടപ്പെടണം. ഇത് രണ്ടിനും പറ്റുന്ന ഒരു പ്രവർത്തനം എനിക്ക് പറഞ്ഞിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ആ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും നമുക്ക് ലഭിക്കും, ജനങ്ങളുടെ ഇഷ്ടവും നമുക്ക് ലഭിക്കും. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒന്നാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫിദ് ദുനിയ, നീ ദുനിയാവിൽ സുഹൃദുള്ളവനായി മാറണം. ഒരു ഐഹികമായ ഒരു വിരക്തി നിനക്കുണ്ടാവണം. എങ്കിൽ യുഹിബ്ബക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ ഇഷ്ടപ്പെടും. നീ ദുനിയാവിൽ ഒരു വിരക്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് നിന്റെ ജീവിതമെങ്കിൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാ, ജനങ്ങളുടെ കൈകളിലുള്ളതിനോട് നീ അതൃപ്തി കാണിക്കുകയാണെങ്കിൽ, അതിനോടൊരു വിരക്തിയാണെങ്കിൽ, യുഹിബ്ബുക, ആ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഖൗലുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വലിയ ഒരു ആശയം പറയുന്ന ചില കലിമത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. ജവാമിഉൽ കലിം എന്ന് അതിന് പറയാം. വാക്കുകൾ ചുരുക്കമാണ്, പക്ഷേ ആശയങ്ങൾ വമ്പിച്ചതായി. അത്തരത്തിലുള്ള ഒരു വാചകമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഒന്നാമത്തെ വാക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ സുഹുദുള്ളവരായിട്ട് നമ്മൾ മാറണം. ഈ ദുനിയാവിനോട് ഒരു വിരക്തി ഉണ്ടാകും. ഐഹികമായ വിരക്തി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ. ചില ആളുകൾ ഐഹിക വിരക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന, കുടുംബമില്ല, കുട്ടികളില്ല, മക്കളില്ല, ആരും വേണ്ട, ഭാര്യയെല്ലാം ഒഴിവാക്കി, കുടുംബത്തിനെ ഒഴിവാക്കി, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് 40 അല്ലെങ്കിൽ അതിലേറെയോ ദിവസങ്ങളോ മാസങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുടുംബം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മലയുടെ ഭാഗങ്ങളിലോ മറ്റോ ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഒരു വിഭാഗം. വേറെ ചില ആളുകളാകട്ടെ, അവർ ദുനിയവിയായിക്കൊണ്ട് ഒരു സുഖവും ആവശ്യമില്ല, അതിന്റെ ആവശ്യമേ ഇല്ല, വെറും പരലോകം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിലെ പല കാര്യങ്ങളിലും വിട്ട് മാറി നിൽക്കുന്ന ആളുകൾ. വേറെ ചില ആളുകളാവട്ടെ, എന്താണോ ഈ വാചകത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ദീനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. ഞാൻ ഈ വാചകം പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലിക്ക് പോകാതിരുന്നിട്ടില്ല. ഇത് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജീവിതം പരിചയപ്പെടുത്തിയപ്പോ ആ പ്രവാചകന്മാർക്കെല്ലാവർക്കും പ്രത്യേകം ജോലികളുള്ളവരായിരുന്നു. അവർ ദീനീപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അവർക്ക് കുടുംബമുണ്ടായിരുന്നു, മക്കളെ നോക്കിയിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ സമയത്ത് ചില ആളുകളെ പിടിച്ച സമയം, 70ഓളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചപ്പോ അവർക്ക് മോചനദ്രവ്യം പറഞ്ഞതിന്റെ വിഷയത്തിലൊന്ന് അവിടെയുള്ള ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതായി. അത് പഠനം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചതാണ്. ജോലി ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ച വിഷയമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും, എന്നാൽ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഹിക വിരക്തിയെ കുറിച്ച് പറയുകയും ചെയ്യും. ഇത് രണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ചില ആളുകൾ വെറും ഐഹിക വിരക്തിയിലേക്ക് മാത്രം എന്ന നിലക്ക്, വെറും ദുനിയാവൊന്നും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആഖിറത്തിനെ ചോദിച്ചപ്പോ വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെന്താ? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ നീ ഹസനത്ത് നൽകണം, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഹസനത്ത് നൽകണം.
ആ ഹസനത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ദുനിയാവിലുമുണ്ട് ചില കാര്യങ്ങൾ. എന്നാൽ ദുനിയാവ് മാത്രം നോക്കി നടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വെറും ദുനിയാവ്. ഒരാരോട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സംസാരത്തിലൂടെ തന്റെ ബിസിനസ് എങ്ങനെ നടത്താൻ പറ്റുന്ന ചിന്ത. ആരുമായിട്ട് സംവദിക്കുകയാണെങ്കിലും അതിലൂടെ തന്റെ ദുനിയാവിന്റെ കാര്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അയാൾ കല്യാണപ്പെരയിലേക്ക് പോയാലും മരണ വീട്ടിലേക്ക് പോയാലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിലും സുഹൃത്തിനെ പരിചയപ്പെടുകയാണെങ്കിലും ആരെ പരിചയപ്പെട്ടാലും ദുനിയാവ്, അതിനപ്പുറത്തേക്ക് അയാൾക്കൊരു ചിന്തയുണ്ടാവും. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നമ്മുടെ മുൻഗാമികളായവരുടെ വാചകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾക്ക് ഐഹിക വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഹിക വിരക്തി, സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലാഹുവിൽ നിന്ന് നിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കുക. അല്ലാഹുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നത് എന്തോ അതൊന്നൊക്കെ വിട്ടുനിൽക്കും. ഒരാൾക്ക് കച്ചവടം ചെയ്തൂടെ? കച്ചവടം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാരനായിരുന്നു. എന്നാൽ ആ കച്ചവടം എന്നാണോ അള്ളാന്റെ ദീനിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത് അന്ന് നിർത്തണം ആ കച്ചവടം. അതാ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ദീനിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. നമ്മുടെ നമസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക്, ദീനിന്റെ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക്, എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്, എങ്കിൽ അവിടെ അവസാനിപ്പിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. വീട് വെച്ചൂടെ? വീട് വെക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീടുണ്ടായിരുന്നു. പ്രവാചകന്മാരിൽ പല ആളുകൾക്കും വീടുണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായി വീട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വീട് വെച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് വീടുണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക് വീടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രവാചകന്മാർക്കും വീടുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. എന്നാൽ എന്നാണോ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയെ തൊട്ട് നമ്മുടെ വീട് നമുക്ക് അവസാനിപ്പിക്കുന്നത് എങ്കിൽ അവിടെ വീട് നിർത്തിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത മാറ്റിവെക്കുക. വീട് വെറും വീടിന്റെ കാര്യം മാത്രം എങ്കിൽ അവിടെ നിർത്തണം. അങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കണം. ഒരാൾക്ക് ദുനിയാവ് അധ്വാനിച്ചൂടെ? അധ്വാനിക്കാം. അയാൾക്ക് ജോലി ചെയ്തൂടെ? ജോലി ചെയ്യാം. അയാൾക്ക് സമ്പത്തുണ്ടാക്കിക്കൂടെ? സമ്പത്തുണ്ടാക്കാം. എന്നാൽ ഇതൊന്നും തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നമ്മളെ ശ്രദ്ധമാക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ലളിതമായിട്ട് പറയുന്നത്. ഇനി ഒന്നുകൂടി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നീ സുഹദുള്ള ഒരാളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ പരിമിതമായ പ്രതീക്ഷയോടെ ജീവിക്കുക. ഈ ദുനിയാവിൽ കാലാകാലം നിൽക്കുന്ന ഒരാളുണ്ടാവില്ല. അതാണ് ഇനി നമുക്ക് പറയാനുള്ള വിഷയം. ഒരു പക്ഷേ ഈ ഒരു വാചകം പറയുമ്പോൾ ദുനിയാവിൽ വിരക്തിയോടുകൂടി ജീവിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഭൗതികമായ വിരക്തി നേടിയെടുക്കുക? അത് വീട് വെക്കാതിരിക്കുക എന്നുള്ളതോ, വാഹനം വാങ്ങാതിരിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഭൗതികമായ സുഖങ്ങൾ നേടാതിരിക്കുക എന്നുള്ളതോ ഒന്നുമല്ല. അതൊക്കെ നേടിയെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഹനം ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒട്ടകമുണ്ടായിരുന്നു, കഴുതയുണ്ടായിരുന്നു. അതൊരു വാഹനമാണ്, അന്നത്തെ കാലഘട്ടത്തിലുള്ള വാഹനം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എല്ലാവരും വാഹനങ്ങളൊക്കെ ഒഴിവാക്കി, എല്ലാവരും നടന്നാൽ മതി, സുഹദാണ് വേണ്ടത്, പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനം ഉപയോഗിച്ചു. അതിൽ കയറിക്കൊണ്ട് തന്നെ യാത്ര ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ കൂടെ ജീവിച്ചു. ഇതെല്ലാം ചെയ്തു. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹദിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൗതികമായ വിരക്തി നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകം ക്ഷണികമാണ് എന്ന ഒരു ബോധ്യപ്പെടൽ നമുക്കുണ്ടാകും. ഈ ലോകം ഏത് സമയത്തും അവസാനിക്കും. ഒന്നുകിൽ ലോകം അവസാനിക്കും, അല്ലെങ്കിൽ നമ്മൾ അവസാനിക്കും. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നോക്ക്. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഖുൽ നബിയേ പറയുക, മതാഉദ് ദുനിയാ ഖലീൽ, ഈ ദുനിയാവിലെ സുഖങ്ങളും വിഭവങ്ങളും ഒക്കെ അത് ചുരുക്കമാണ്, അത് വളരെ കുറവാണ്, തുച്ഛമായതാണ്. വൽ ആഖിറ, എന്നാൽ പരലോകമില്ലേ, ഖൈറുൽ ലിമൻ ഇത്തഖാ, ഖൈറുൽ ലിമൻ ഇത്തഖാ, തഖ്വയുള്ള ആളുകൾക്ക്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് പരലോകമാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഏത് സമയത്തും കടിഞ്ഞു പോകുമെന്ന ഒരു ബോധ്യപ്പെടൽ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. ഇത് നമുക്ക് നൽകുന്ന ഒരു സമാധാനമുണ്ട്. നമുക്ക് വല്ല നഷ്ടങ്ങളും വരുമ്പോൾ
ജീവിതകാലം മുഴുവൻ ആ നഷ്ടം സഹിക്കണ്ട. കാരണം എന്താ? ഏത് സമയത്തും മരിച്ചുപോയ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കുറച്ചു കാലം ഇങ്ങനെ വന്നു, കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോകും. ഈ ലോകത്ത് കുറച്ചു കാലല്ലേ, അത് കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, ഉള്ളതിൽ തൃപ്തിയോടുകൂടി പോവുക. ഈ ഒരു ചിന്ത, ഒരു സമാധാനം ഒരാൾക്ക് ഉണ്ടാക്കും. ഒരാൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു, അള്ളാഹു കാത്തിരക്ഷിക്കുമാർ. നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബത്തിനെയും എല്ലാം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു മാരകമായ അസുഖം വരും. മാരകമായ അസുഖം വന്നാലും ഈ വാചകം മനസ്സിലാക്കിയാൽ മതി. മതാഉദ് ദുനിയ ഖലീൽ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ചുരുക്കം, അത് കുറവാണ്. കുറച്ചു കാലല്ലേ, കുറച്ച് ക്ഷമിക്കുക, സഹിക്കുക, അങ്ങനെ പോട്ടെ. പടച്ചോൻ ഇതിനേക്കാൾ ഉത്തമമായത് പരലോകത്ത്. ഈ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഐഹിക വിരക്തിയിൽ, ഭൗതിക വിരക്തിയിൽ, സുഹൃദിന്റെ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമ്മൾ ഏതൊരു ദുനിയാവിന് വേണ്ടിയിട്ടാണോ ഓടുന്നത്, ഈ ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്താ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മൾ പൊതുവെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഐഹിക ലോകം എന്നാ പറയാ, ഇഹലോകം എന്ന് പറയും. ശരിക്കും ദുന്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അടുത്തത് എന്നാ. അടുത്തത് ഒരർത്ഥം. മറ്റെന്താണെന്നറിയോ? വേറൊരർത്ഥം എന്താണെന്നറിയോ? താഴ്ന്നത്, ഏറ്റവും താഴുള്ളത്. അല്ല ഒരു പ്രാധാന്യം കൊടുക്കാത്തത്. ധന എന്നുള്ളതിനെ അടുപ്പിച്ചു എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അടുത്തു. ഈ ദുനിയാവ് അടുത്ത് നിൽക്കുന്നതാ, നമ്മുടെ ജീവിതവുമായി അടുത്തു നിൽക്കുന്നു. പക്ഷേ വൽ ആഖിറ, പരലോകം, അതാണ് ശരിക്കും ശാശ്വതമായിട്ടുള്ളത് പരലോകം. ഈ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാധാന്യം കൊടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയെന്ന് അറിയോ? ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അങ്ങാടിയിലേക്ക് ഇങ്ങനെ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടു ഭാഗത്തും സഹാബിമാരുണ്ട്. നബി ഇങ്ങനെ നടുവിൽ നിൽക്കുന്നു, രണ്ടു ഭാഗത്തും സഹാബത്തുണ്ട്. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരിക. ആ സമയത്ത് നോക്കുമ്പോണ്ട് ഒരു ആട് ചത്ത് കിടക്കുന്നുണ്ട്. ആ ആടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെവിയാകെ മുറിഞ്ഞുപോയ രൂപത്തിൽ, ഒരു വൈകല്യമുള്ള രൂപത്തിലാണ് ആ ആടുള്ളത്. അതാകട്ടെ ചത്തിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ചെവിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം. അല്ല, ഇതിനാർക്കെങ്കിലും ഒരു ദിർഹമിന് വേണം? ഇതിനാർക്കെങ്കിലും ഒരു ദിർഹമിന് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ ശ്രദ്ധിച്ചു. കുറെ പ്രസംഗിക്കല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു. ആ സമൂഹത്തിന്റെ ഓരോ സാഹചര്യം നോക്കിയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു ചത്ത ആടിന് അവരൊരു പ്രാധാന്യം കൊടുക്കാത്തൊന്നും. അതിന്റെ ചെവി പിടിച്ചിട്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, ഇതിനാർക്കെങ്കിലും ഒരു ദിർഹമിന് വേണമെന്ന് വെച്ചു. സഹാബിമാരെല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, പ്രവാചകരെ അതിനാർക്കും വേണ്ട, ആർക്കും വേണ്ട. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, ഇതിനെ ആർക്കെങ്കിലും അര ദിർഹമിന് വേണം, അല്ലെങ്കിൽ ഇതിനെ വീണ്ടും വേണോ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാൻ പറ്റും. ഇതിനാർക്കെങ്കിലും ആവശ്യമുണ്ടോ? വെറുതെ. ഉടനെ ഒരു സഹാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഗൈബ കാന ഐബ. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിന് പോരായ്മകളുണ്ട്. അതിന്റെ ചെവിയൊക്കെ മുറിഞ്ഞിട്ടില്ലേ, അതിനൊരുപാട് വികലാംഗനാണത്, ഒരുപാട് കുറവുകളുണ്ടത്. പിന്നെ ചത്തു കഴിഞ്ഞ പിന്നെ ആർക്കും അതിന് ആവശ്യമുള്ളത്? അതിനാർക്കും വേണ്ട. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലാഹി ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ഒരു ആടിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അതുപോലും അല്ലാഹ് ഈ ദുനിയാവിന് കൊടുക്കുന്നില്ല. ഈ ആടിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താ ഇത് വേണ്ടാന്നാ പറയുന്നത്? ഒരാവശ്യമല്ല, ഒരു പരിഗണനയും വേണ്ടാന്ന്. എന്നാൽ ആ ഒരു പരിഗണന പോലും അല്ലാഹ് ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ചത്ത ആടിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കും, നമ്മൾ കൊടുക്കും ഇല്ലല്ലോ. എന്നാൽ ഈ ദുനിയാവിന്റെ വിഷയത്തിലോ? എന്തിനാ ജ്യേഷ്ഠനും അനിയനും തെറ്റിയത്? എന്തിനാ വാപ്പയും മകനും തെറ്റിയത്? എന്തിനാ അയൽവാസികൾ തമ്മിൽ പിടക്കണ്ടായത്? എന്തിനാ കാലങ്ങളായി മിണ്ടാതിരിക്കുന്നത് പലരും? ദുനിയാവിന്റെ വിഷയത്തില, പരലോകത്തിന്റെ കാര്യത്തിലല്ല, പരലോകത്തിന്റെ വിഷയത്തിലേ അല്ല, ഒക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹ് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായ വിരക്തി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ
പരലോകമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഉണ്ടാകുന്നത്. ഈ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. പരലോകമാണ് ഒരു വിശ്വാസി ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അവന്റെ ദുനിയാവ് കൂടി അല്ലാഹു ഉണ്ടാക്കും. പല ആളുകൾക്കുള്ള പ്രശ്നമാണ്, എന്ത് ചെയ്യുമ്പോഴും അതുകൊണ്ട് ക്ലിയർ ആവില്ല. എന്ത് നോക്കുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് തടസ്സം വെക്കും. നമ്മൾ പറയും എന്താ അത് ശരിയാവുന്നില്ല. വീടിന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി, പക്ഷേ ആ പേപ്പർ വർക്ക് ശരിയാവുന്നില്ല. ജോലിന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി, എത്ര ഇന്റർവ്യൂ ചെയ്തിട്ടും അത് ക്ലിയർ ആവുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നു, അതിലെല്ലാത്തിലും ഒരു തടസ്സം ഇങ്ങനെ നിൽക്കാം. എങ്ങ കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകത്തിൽ നമ്മളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. ആരെങ്കിലും പരലോകമാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളതെങ്കിൽ, അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് പരലോകത്തിലുള്ളതാണെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കും. വജമഅ ലഹു ശംലഹു വജമഅ ലഹു ശംലഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു അങ്ങനെ ഒരുമിപ്പിച്ചു കൊടുക്കും. വിട്ടുവിട്ടു പോയ കാര്യങ്ങളൊക്കെ അവനക്ക് അല്ലാഹു അങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കും. ഓനൊന്നും ചെയ്യാൻ, എല്ലാം അല്ലാഹു അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം അവനിലേക്ക് അല്ലാഹുവിനെ ചേർത്ത് വെക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅതതുഹു ദുനിയാ വഹിയ റാഗിമ. സുബ്ഹാനല്ലാഹ്, ആ വാചകം നോക്കിപ്പെട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവ് അവന്റെ പിന്നിൽ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വന്നോണ്ടിരിക്കും. ദുനിയാവ് അവന്റെ പിന്നിലേക്ക് വരും. അവൻ പോകണ്ട, ദുനിയാവ് അന്വേഷിച്ചുകൊണ്ട് അവൻ പോകേണ്ടതില്ല. അവന്റെ അടുക്കിലേക്ക് ദുനിയാവ് ഇങ്ങോട്ട് വരും. ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. ഒരാള് പരലോകം ലക്ഷ്യമാക്കി ജീവിക്കുകയാണെങ്കിൽ, പരലോകം ലക്ഷ്യമാക്കി ജീവിക്കാണോ, ഓന്റെ അടുക്കൽ ദുനിയാവ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അടങ്ങി ഒതുങ്ങി ഓന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇതിന്റെ ബാക്കി കൂടി കേട്ടോ. വമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ആരെങ്കിലും ഈ ദുനിയാവാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, എന്ത് ചിന്തിക്കുമ്പോഴും ദുനിയാവ് മാത്രമാണ് അവനുള്ളതെങ്കിൽ, ദുനിയാവിലെ ചിന്ത മാത്രമാണ് അവനുള്ളതെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അഥവാ അവന്റെ മുന്നിൽ ഇങ്ങനെ ഫഖറിനെ വെച്ചു കൊടുക്കും, ദാരിദ്ര്യം ഇങ്ങനെ വെച്ചു കൊടുക്കും. എത്ര അധ്വാനിച്ചു കഴിഞ്ഞാലും കിട്ടണത് 20,000, ചെലവ് 25,000. എല്ലാത്തിലും അയാൾക്ക് പ്രശ്നമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ കണ്ണുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദാരിദ്ര്യം വെക്കും. വഫറഖ അലൈഹി ശംലഹു, അവന്റെ കാര്യങ്ങളൊക്കെ അതിങ്ങനെ അകന്നകന്ന് പോകുന്നൊരവസ്ഥയുണ്ടാകും. എല്ലാത്തിലും ഒരു ഭിന്നിപ്പുണ്ടാകും. വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, എന്താണോ അല്ലാഹു അവന് വിധിച്ചത് അത് ദുനിയാവിൽ നിന്ന് അവന് കുറച്ച് മാത്രം കിട്ടും, വേറൊന്നും ഉണ്ടാവില്ല. കുറച്ച് മാത്രം എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല. നമ്മളൊന്ന് ആലോചിച്ചു, എത്ര സുന്ദരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവും പരലോകവും വർണ്ണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവർ, ഇനി നമ്മൾ സ്വയം പരിശോധിക്കാം. നമ്മുടെയൊക്കെ ജീവിതം ശരിക്ക് ഈ ദുനിയാവിന് വേണ്ടി ഇങ്ങനെ ഓടി 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 നമ്മളിങ്ങനെ കുഴഞ്ഞിരിക്കുക എന്നല്ലാതെ വല്ലതും നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എത്ര കാലമായി ഓടാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഓടണ്ട എന്നല്ല, നമ്മൾ പരിശ്രമിക്കണ്ട എന്നല്ല. പക്ഷേ ഈ ദുനിയാവിനേക്കാൾ നമ്മൾ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കേണ്ടതെല്ലാം എന്നോ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നോ റബ്ബ് തരും. കാരണം അത് തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഇനി ഒന്നുകൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, ഈ ദുനിയാവിൽ നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചു. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു ഉപദേശം, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അങ്ങനെ നീ ജീവിച്ചു, ഒരു അപരിചിതനെ പോലെ ജീവിച്ചു. ഏറ്റവും ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമെന്ന് വിചാരിച്ചു. ആലത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേർക്ക് നേരെ ബസ്സൊന്നുമില്ല. ഒന്നുകിൽ ട്രെയിനിലാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ ഒലോക്കോട് പോകേണ്ടി വരും. അതല്ലെങ്കിൽ പാലക്കാട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ലക്ഷ്യം എന്താ? കോഴിക്കോട് എത്തണം.
നമ്മളിവിടെ പാലക്കാട് KSRTC കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇന്ന് ഇതന്നെയാണ് കോഴിക്കോട് എന്ന് വിചാരിച്ചാൽ നമുക്ക് കോഴിക്കോട് എത്താൻ കഴിയും. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയും, നമുക്കൊരിക്കലും എത്താൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. എങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടുകൊണ്ട്, ഇവിടെയുള്ള സൗകര്യങ്ങളെ കണ്ടിട്ട്, ഇവിടെയുള്ള അലങ്കാരങ്ങളെ കണ്ടിട്ട് അതിന് വീണു പോണ്ട. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന നാരുകൊണ്ടുള്ള ഒരു പായയിലാ കിടക്കുന്നത്. ഹദീസിൽ കാണാൻ പറ്റും, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകന്റെ ശരീരത്തിനും ആ ഒരു പായക്കുമിടയിൽ ഒരു തുണിക്കഷ്ണം പോലും ഞാൻ കണ്ടില്ല. ഒരു തുണി പോലുമില്ല. ആ ഒരു പരുപരുത്ത കട്ടിയുള്ള ആ പായന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ടുണ്ട്. ആ ഒരു വീടിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വേറൊന്നും ഞാൻ ആ വീട്ടിൽ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോ പ്രവാചകന്റെ ശരീരത്തിന്റെ പിൻഭാഗം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു കരഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ കരച്ചിൽ കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുബ്കി, അല്ല ഉമർ, നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങൾ എന്തിനാ കരയണം? എന്തിനാ? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, കിസ്റയും കൈസറയും വലിയ രാജാക്കന്മാർ, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർക്കുള്ളത്. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ രാജാവായ നിങ്ങൾ വല്ലാത്ത പരീക്ഷണത്തിലല്ലുള്ളത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ്? മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? നമുക്ക് പരലോകല്ലേ വലുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ജീവിതം നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരും ഏറ്റെടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയുമോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോ എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന അലവൻസ്, ശമ്പളം? അതേ ശമ്പളമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തിട്ട് 10 കൊല്ലത്തോളം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടുണ്ട്. 10 കൊല്ലം നമുക്ക് 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ശമ്പളം തന്നെയാണോ ഇപ്പോഴുള്ളത്? അല്ല, വ്യത്യാസങ്ങളുണ്ട്. സഹാബിമാർക്കിടയിൽ ചർച്ച ഉണ്ടായി. ഉമറിന്റെ ഒപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം നമ്മുടെ അമീറിനെ തോന്നുന്നുണ്ട്. സഹാബിമാർ ചർച്ച ചെയ്തു, ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണെന്ന് അവർ മനസ്സിലാക്കി. അവർ പറയാൻ തീരുമാനിച്ചു, ഉമറിനോടുന്ന പറയാ, നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോ, നിങ്ങളുടെ ശമ്പളം കുറച്ച് കൂടുതൽ എടുത്തോ, ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്ന് പറയുന്ന ഇന്നത്തെ ഭരണാധികാരികളല്ല അന്നത്തെ ഭരണാധികാരി. ജനങ്ങൾ അങ്ങോട്ട് പറയാം, നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കണം, പക്ഷെ ആർക്കും പറയാനുള്ള ധൈര്യമില്ല. ചരിത്രത്തിൽ കാണാൻ പറ്റും, സ്വഹാബിമാർ ഒരുമിച്ച് കൂടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്. പ്രഗൽഭരായ സ്വഹാബിമാർ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ ചർച്ച ചെയ്യണം, ഉമറിനോട് പറയണം അദ്ദേഹത്തോട് കുറച്ച് ശമ്പളം കൂടുതൽ എടുക്കാൻ വേണ്ടി. പക്ഷെ ആരാ പറയും? ആർക്കും ധൈര്യമില്ല. അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഉമ്മയോട് പറയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട് ഹഫ്സ ബീവി, അവരുടെ അടുക്കൽ ചെന്ന് കാര്യം പറയാം, അവർ പറഞ്ഞോളൂ. അപ്പൊ ഉമർ നേരെ ശ്രദ്ധിച്ചു കൊട്ടു. ഈ സ്വഹാബിമാരെല്ലാവരും കൂടി ഹഫ്സ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഹഫ്സ ബീവിനോട് പറഞ്ഞു, ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും പ്രയാസം അമീർ മുഅ്മിനീൻ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ശമ്പളം എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഹഫ്സ ബീവി പറഞ്ഞില്ല, ഞാൻ പറയൂല. പാപ്പാന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, പാപ്പാന്റെ ദേശം നിങ്ങൾക്ക് അറിയൂലേ. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ അവര് മനസ്സോടുകൂടി സമ്മതിച്ചു. അങ്ങനെ എല്ലാ സ്വഹാബിമാരും തിരിച്ചു. ചരിത്രത്തിൽ കാണാൻ പറ്റും, കുറച്ചു കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരിക. മകളോട് ഭക്ഷണം എടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു. എന്തായിരുന്നു ഭക്ഷണം എന്നറിയോ? കട്ടിയുള്ള ഒരു റൊട്ടിയും കുറച്ച് വെള്ളവും മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. ആ വെള്ളത്തിൽ ഇങ്ങനെ ഈ റൊട്ടി മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം.
ആ സമയത്ത് ഹഫ്സാ ബീവി പറയാണ്, നിങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണെന്ന് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നിങ്ങൾക്കുള്ള ഈ അലവൻസ് ഉണ്ടല്ലോ, സാലറി ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ നിങ്ങൾ എടുത്തോളൂ. അതിപ്പോ ജനങ്ങൾ ആരും ഇപ്പൊ എതിരൊന്നും നിൽക്കൂല, എല്ലാവരും അതിന് സപ്പോർട്ട് തന്നെയായിരിക്കും. ഹഫ്സാ ബീവി ഒരു വാക്ക് പറഞ്ഞതും ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള ആ ഭക്ഷണം അവിടെ വെച്ചു. ഉമറിന്റെ മുഖം മാറി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സത്യം പറ, ആരാ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ഒരിക്കലും നിന്റെ ചിന്തയിൽ വന്നതല്ല ഇത്. ആരോ നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്? ആരാണ്? ഈ ഉമറിനെ വിലക്കെടുക്കാൻ മാത്രം ആരാളുള്ളത്? ഹഫ്സാ ബീവി ഒന്നും മിണ്ടിയില്ല. അവര് വേഗം എഴുന്നേറ്റ് അവരുടെ റൂമിലേക്ക് പോയി. ആ വീട് നിശബ്ദമായി. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒന്നും മിണ്ടണില്ല. കുറച്ച് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സാ ബീവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. ഹഫ്സാ റളിയല്ലാഹു അൻഹ കരയാണ്, വാപ്പ ദേഷ്യപ്പെട്ടതുകൊണ്ട്. ആ സമയത്ത് ഹഫ്സാ ബീവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മോളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നിട്ടില്ലേ? ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നിട്ടില്ലേ? ഉണ്ട്. അവരൊക്കെ കയറിയ സ്വർഗത്തിലേക്കല്ലേ നമ്മക്ക് കയറാനുള്ളത്? അവരൊക്കെ കയറിയ സ്വർഗമാണ് ഈ വാപ്പ ആഗ്രഹിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ആ ഒരു വാക്ക് ഹഫ്സാ ബീവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അത് കേവലം ഒരു സംഭവത്തിൽ മാത്രമല്ല, ഒരു വെള്ളിയാഴ്ച ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ, എല്ലാവരും പള്ളിയിലെത്തിയിട്ടുണ്ട്. ഖതീബാണ് ഏറ്റവും അവസാനത്തിൽ വരേണ്ടത്, ബാക്കി എല്ലാവരും നേരത്തെ എത്തണം. അങ്ങനെ എല്ലാവരും എത്തി. പക്ഷേ ഖതീബായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു എത്തി. ആളുകൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു നോക്കുക. അപ്പോഴുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിദൂരത്തുനിന്ന് ഓടി വരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചില്ല, വേഗത കിട്ടാൻ വേണ്ടി. അങ്ങനെ വന്ന് അദ്ദേഹം ജനങ്ങളോടായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരത്തെ പുറപ്പെട്ടതായിരുന്നു, പക്ഷേ വരുന്ന സമയത്ത് എന്റെ വസ്ത്രം ഒന്ന് കീറിപ്പോയി, എന്റെ വസ്ത്രം അല്പം കീറിപ്പോയി, അത് തുന്നാൻ വേണ്ടിയായിരുന്നതാ. ഇത് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ആളുകൾ ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു, അങ്ങനെ നിങ്ങളുടെ വസ്ത്രം കീറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദ്യം ആവർത്തിക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടില്ല. വീണ്ടും ചോദിച്ചപ്പോ ഉമറിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഉമറിന് ഈ വേഷമല്ലാതെ മറ്റൊരു വേഷം, ഇതല്ലാത്ത മറ്റൊരു കുപ്പായ എനിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി. സ്വഹാബിമാർ അത്ഭുതപ്പെടാൻ, ആ നാടിന്റെ ഭരണാധികാരി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വേഷമുള്ളത്, ഒരു വേഷമാണോ ജീവിതത്തിൽ ധരിക്കാനായിട്ടുള്ളത്? അവരൊക്കെ അത്രയും പ്രയാസത്തിൽ, എന്നിട്ടും അവർ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, എന്നിട്ടും അവർ അല്ലാഹുവിന്റെ വിധിയിൽ ഒരു അതൃപ്തിയുള്ള ജീവിതം നയിച്ചു. ക്ഷമിച്ചും സഹിച്ചും അവർ ജീവിച്ചു. അതിനേറ്റവും വലിയ തെളിവാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഒരു കാലത്ത് മക്കയുടെ പരിമളം എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മക്കയുടെ പരിമളം അഥവാ മിസ്അബ് രാവിലെ ധരിച്ച വസ്ത്രം പിന്നെ ഉച്ചക്ക് ധരിക്കൂല. രാവിലെ ഉപയോഗിച്ച അസ്ത്രല്ല ഉച്ചക്ക് ഉപയോഗിക്കുക, വൈകുന്നേരം വേറെയാണ്. അത്രയും വലിയ ധനാഢ്യൻ, വലിയ സമ്പന്നൻ. അങ്ങനെയുള്ള മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. നല്ല വസ്ത്രം പോലും ധരിക്കാനില്ലാതെ കീറിപ്പറിഞ്ഞൊരവസ്ഥയിൽ അദ്ദേഹം നടക്കുന്നത് കണ്ടിട്ട് പല സ്വഹാബിമാരും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ മടി കാണിച്ചു. മിസ്അബിനെ കാണുമ്പോൾ അവര് തലതാഴ്ത്തും. കാരണം അവര് കണ്ട മിസ്അബ് ജനയല്ലായിരുന്നു. ചുറുചുറുക്കുള്ള, നല്ല സൗന്ദര്യമുണ്ടായിരുന്ന, നല്ല സമ്പന്നനായിരുന്നു മിസ്അബ്. അങ്ങനെയുള്ള മിസ്അബിദ ഇപ്പോ ഒന്നുമില്ലാതെ മുഖം ആകെ കൂടിയ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിറമൊക്കെ പോയിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ, ഹറാമും ഹലാലും നോക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലോ പ്രിയപ്പെട്ടവർ, ഇതിൽ കച്ചവടക്കാരില്ലേ, ജോലി ചെയ്യുന്നവരില്ലേ? നമുക്ക് പറയാൻ കഴിയൂ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഹറാമായ ഒരു നയാ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് ആ ഒരു നിയമം മനസ്സിലാക്കിയതിനു ശേഷം, ആ ഒരു കച്ചവടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയും.
പ്രിയപ്പെട്ടവരെ, അവരൊക്കെ കയറിയ സ്വർഗത്തിലല്ലേ നമ്മളും കയറാനുള്ളത്? ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട സ്വഹാബിമാർ, ആ സ്വഹാബത്തിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ ആളുകൾ, നിങ്ങൾക്കറിയുമോ, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു, ഖലീഫയായിരുന്നു. എന്നാൽ അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം മരിക്കാൻ കിടക്കുക. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമയുടെ സഹോദരൻ വന്നു. അളിയൻ വരിക, ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ അളിയൻ വരുന്ന സമയത്ത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ധരിച്ചിട്ടുള്ള വസ്ത്രം അത് കുറച്ച് പഴയതായിരുന്നു. ഇത് കണ്ടപ്പോ അളിയനായിട്ടുള്ള മസ്ലമ പറയാണ്, തന്റെ പെങ്ങളോട് പറയാണ്, ആ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കുക, ആളുകൾ വരുന്നല്ലേ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്ര ആളുകൾ വരും, അയൽ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മുഷിഞ്ഞ വസ്ത്രമാണോ ധരിക്കുന്നത്? അതിന്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം അത് മാറ്റി എന്ന് പറഞ്ഞിട്ട് മസ്ലമ പുറത്തേക്ക് പോയി. ചരിത്രത്തിൽ കാണാൻ പറ്റും, കുറച്ച് കഴിഞ്ഞിട്ട് ഈ മസ്ലമ വീണ്ടും വരിക. മസ്ലമ വീണ്ടും വന്ന് നോക്കുമ്പോ അതേ വസ്ത്രം തന്നെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ധരിച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, എന്താ വസ്ത്രം എന്താ മാറ്റാത്ത? ഫാത്തിമ ഒന്നും പറഞ്ഞില്ല, പെങ്ങളൊന്നും പറയുന്നില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോ ഫാത്തിമ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വേഷമല്ലാതെ മറ്റൊരു വേഷം കേട്ടോ, അദ്ദേഹത്തിന്റെ ആകെയുള്ള കുപ്പായ, അദ്ദേഹത്തിന്റെ നല്ലൊരു കുപ്പായ എന്ന് പറയാൻ പറ്റുന്നത് എന്നോട്. അവരൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ അവർ കണ്ട ഒരു രംഗുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ ദുനിയാവ് തന്നെയാണ് ജീവിതം എന്നല്ല അവർ വിചാരിച്ചത്. അങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. അപ്പോഴാണ് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ഒരു സ്നേഹം ഉണ്ടാകുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ജനങ്ങളുടെ സ്നേഹം എങ്ങനെ കിട്ടും? ജനങ്ങളുടെ സ്നേഹം എങ്ങനെ കിട്ടും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനത്തെ ഒരു ജീവിതം. ഇന്ന് ഒരു പക്ഷേ പല ആളുകളുടെയും വ്യക്തിബന്ധങ്ങളൊക്കെ തകരാനുള്ള കാരണം എന്താ? ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പൈസ തന്നില്ല, എന്റെ ഒരു പ്രയാസം കണ്ടിട്ട് എന്നെ സഹായിച്ചില്ല, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞിട്ടും എന്നെ ഒരു ചെറിയ രൂപത്തിൽ പോലും സഹായിച്ചില്ല. ഇതല്ലേ പറയാറുള്ളത്? ബന്ധങ്ങൾ തകരാൻ. എന്നാൽ ഒരു വിശ്വാസി അങ്ങനത്തെ ഒരു പ്രതീക്ഷയും വെക്കൂല. ഒരാളും എന്നെ സഹായിക്കണം, പടച്ചോൻ എന്നെ സഹായിക്കണം. ഒരാളുടെ അടുക്കൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണം. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 7, 8, 9 ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടായിക്കൊണ്ട് പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? അപ്പൊ അവര് വിചാരിച്ചു, ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഓൾറെഡി മുസ്ലിമാണ്, സഹാബിമാരാണ്. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിപ്പോ ബൈഅത്ത് ചെയ്തതാണല്ലോ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ യഥാർത്ഥ ദീനിയായിക്കൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാന്ന്, ഒരു ഉടമ്പടി വെക്കാണ്, പ്രതിജ്ഞ ചെയ്യാം. വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഇതാ ബൈഅത്ത് ചെയ്യാൻ റെഡിയായിരിക്കും. അദ്ദേഹത്തിന്റെ കൈകൾ നീട്ടി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ കൊടുത്തു. ഒന്നാമത്തെ ഉപദേശം, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത്, നിങ്ങൾ 5 വക്ത് നമസ്കരിക്കണം, നിങ്ങൾ അനുസരണയുള്ളവരാണ്. ഇത് പറഞ്ഞു. ഇത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഹദീസിൽ കാണാൻ പറ്റും, വഅസറ കലിമതൻ ഖഫിയ്യ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയാണ്, വലാ തസ്അലുന്നാസ ശൈഅ, വലാ തസ്അലുന്നാസ ശൈഅ. നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും ജനങ്ങളുടെ അടുക്കൽ ഒന്നും ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ഈ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന 8, 9 ആളുകൾ, ഞാൻ അവരെ പിന്നീടും കണ്ടു, അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ചാട്ടയൊങ്ങന്ന് താഴേക്ക് വീണാൽ, ചാട്ടവാറ് താഴേക്ക് വീണാൽ അവര് ആ ഒരു വാഹനപ്പുറത്ത് നിന്നിട്ട് അതൊന്നും എടുക്കൂന്ന് പറയൂല, അവരെറങ്ങും എന്നിട്ടെടുക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ആളുകളോട് ഒന്നും ചോദിക്കണ്ട, അല്ലാഹു തരും.
അല്ലാഹു തരും. നേരത്തെ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു ലക്ഷ്യമാക്കിക്കൊണ്ട്, പരലോകം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഒരു പെരുന്നാളിലേക്ക് നമ്മൾ പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയാണ്. ആ ഒരു ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ബലി എന്ന ഒരു പേര് കിട്ടാനുള്ള കാരണം തന്നെ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉളുഹിയ്യത്ത് അറുക്കുക എന്നത്. നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയായിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നിങ്ങൾ അള്ളാഹുവിന് നമസ്കരിക്കുകയും ബലിയർക്കുകയും വേണം. എല്ലാ നിസ്കാരത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനാകും. ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാനിപ്പോ ഈ ഓതി വെച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്തുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആളുകൾ ഈ കാലം വരെ ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട് എന്നുള്ളത്, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ എത്രയോ പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. വീട് ഒരു ഭാഗം ഒന്ന് ശരിയാക്കണം, അതിന് 50,000 നമുക്ക് വേണം. മക്കളുടെ പഠനം വേണം, 25,000 വേണം. അല്ലെങ്കിൽ വീടിന്റെ ഒരു ചുമരടി ഇടിഞ്ഞു വീണു, അതിന് 50,000 വേണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുനിയവിയായിക്കൊണ്ട് ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഓരോ വർഷവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത ഒരു കാര്യമാണ് ഉളുഹിയ്യത്ത് എന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, സഹാബത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട പട്ടിണി പാവങ്ങളായ സഹാബിമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും അത് അറുക്കേണ്ടതല്ലേ എന്ന് സ്വയം പരിശോധിക്കണം. ഞാനതിന്റെ ഓരോ നിയമവശങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു 8,000 രൂപ ചെലവഴിക്കുക എന്നുള്ളത്. സഹാബിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് സ്വന്തമായിക്കൊണ്ട് തന്നെ ഒട്ടകത്തെയും അതേപോലെ തന്നെ മാടുകളെയും ആടിനെയും ഒക്കെ അറുത്തവരുണ്ട്. നമ്മൾ ഒറ്റക്കറുക്കുക എന്നുള്ളത് പ്രയാസകരമാണെങ്കിൽ ഒരു ഷെയർ ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ഉളുഹിയ്യത്ത് അറുക്കാനുള്ള ത്വാഖത്തിന്റെ കഴിവുണ്ട്, സാമ്പത്തിക സ്ഥിതിയുണ്ട്, വലം യുമുഹി, എന്നിട്ട് അവന് ഉളുഹിയ്യത്ത് അറുത്തില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരില്ല. അത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ അതിന്റെ ഗൗരവത്തിലുണ്ടാകും. നമ്മൾ ഇങ്ങനെ ദീനിന്റെ വിഷയങ്ങളിൽ പറയുമ്പോഴാണ് പലപ്പോഴും സമ്പത്തില്ല എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 8,000 രൂപയാണ് ഒരു ഷെയർ. ഞാനിവിടെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മളൊന്ന് ആലോചിക്കുന്നത്, ഇതിനും നമുക്ക് പൈസ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പെരുന്നാളിന് നമ്മളിങ്ങനെ കുത്തുബക്ക് വന്ന് തിരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ചെറിയ ഒരു നെഞ്ചുവേദന വന്നാൽ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ 1-1.5 ലക്ഷം വരും. എത്രയോ ചെലവുകൾ നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ചെലവാകുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, അല്ലാതെ നമ്മൾ ഇത്ര അറുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനല്ല, അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള വലിയ ഒരു പുണ്യകരമായ കാര്യമാണ് ഉളുഹിയ്യത്ത്. അത് നമ്മൾ മറക്കാതിരിക്കുക. അതിന്റെ സൗകര്യങ്ങൾ എന്താണോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.